ഇത് ലീനിയർ റേസിനെ ബേസ് ചെയ്ത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് പറയണത്: ഇൻ എ റേസ് ഓഫ് 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ ഉള്ള റേസിൽ അല്ലെങ്കിൽ 1000 മീറ്റർ ഉള്ള ഒരു റേസിൽ എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 100 മീറ്റർ, അതായത് ബിക്ക് 900 ഓടിയാൽ മതി. ആൻഡ് സ്റ്റിൽ വിൻ ബൈ 20 സെക്കൻഡ്. ഓക്കെ, അതിനർത്ഥം എ 1000 ഓടുന്നുണ്ട്, ബി 900 ഓടുന്നുള്ളൂ. എന്നിട്ടും എ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനേക്കാളും 20 സെക്കൻഡ് ആര് കൂടുതൽ എടുക്കുന്നുണ്ട്? ബി എടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ എഴുതാം: ബിയുടെ സ്പീഡ് ബി എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ 900 ബി ആണ് അത് എടുക്കുന്ന ടൈം. എന്റെ സ്പീഡ് ഞാൻ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ബൈ എ ആണ് ഇത് എടുക്കുന്ന ടൈം. ഇവർ തമ്മിലുള്ള വ്യത്യാസം 20 സെക്കൻഡ് ആണ്. ഇത് എൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ: ബട്ട് ഇഫ് എ ഗീവ് ബി എ സ്റ്റാർട്ട് ഓഫ് 25 സെക്കൻഡ്. ഓക്കെ, അതായത് എ എടുക്കുന്ന ടൈമിനേക്കാളും ബി 25 സെക്കൻഡ് കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, ബി വിൻ ബൈ 50 മീറ്റർ. ബി വിൻ ബൈ 50 മീറ്റർ, അതായത് ഇവൻ 1000 ഓടുമ്പോൾ ഇവന് 950 ഓടാൻ പറ്റുന്നുള്ളൂ. അതാണ് ബി വിൻ ബൈ 50 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതും ഞാൻ ഇതേപോലെ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ബി ആണ് കൂടുതൽ ടൈം എടുക്കുന്നത്, കാരണം ഒരു +25 ഉണ്ടല്ലോ. അപ്പോൾ 950 ബൈ ബി. ഓക്കെ, ഇനി 1000 ബൈ ബി, 1000 ആണ് ബി ഓടുന്നത്, മൈനസ് 950 ബൈ എ ഈക്വൽ ടു 25 സെക്കൻഡ്, കാരണം ബി ആണ് കൂടുതൽ ടൈം എടുക്കുന്നത്. ഇത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് സോൾവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ ബൈ എ ടു റൺ 1 കിലോമീറ്റർ. എ 1000 മീറ്റർ ഓടാനായിട്ട് എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 2 ഇക്വേഷനിൽ നിന്ന് ബി എലിമിനേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ഒരു 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 900 ആവും. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താവും? നമുക്ക് എളുപ്പമായിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഞാൻ 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 900 ബൈ ബി. ഓക്കെ, 95 ഇൻറ്റു 9 എന്ന് എഴുതി ബൈ എ. അതുപോലെ തന്നെ ഇത് ഞാൻ 25 ഇൻറ്റു 9 എന്ന് എഴുതി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ നിന്ന് ഒന്നാമത്തെ കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ബീൻ്റെ ടൈം പോകും. ബീൻ്റെ ടൈം പോയിട്ട് ഇവിടെ ഇപ്പോൾ എത്ര വരും? 1000 എ ഡിവൈഡ് ബൈ മൈനസ് ഇത് 90 ഇൻറ്റു 9, 810 ഒരു 45, 855 ബൈ എ. ഓക്കെ, ഇതാണെങ്കിൽ 25 ഇൻറ്റു 0.9, 25 ഇൻറ്റു 0.9 ഞാൻ വേണമെങ്കിൽ 25 ബൈ 9 ബൈ 10 എന്ന് എഴുതുന്നു, കുറച്ചുകൂടി എളുപ്പമാക്കാൻ. -20. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്തു വരുമ്പോൾ ഇതാവുമ്പോൾ 90, 150, 45, 225 വരും. 225 വരും. ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 വരും. സോ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന 25 ബൈ 10 ആയിരിക്കും. 25 ബൈ 10 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കഴിയുമ്പോൾ 145 ബൈ എ എന്ന് കിട്ടും. 145 ബൈ എ എന്ന് കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ബൈ 10 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് 1000 മീറ്റർ. 1000 മീറ്റർ റൺ ചെയ്യാൻ, 1 കിലോമീറ്റർ റൺ ചെയ്യാൻ എക്ക് എത്ര ടൈം വേണമെന്നാണ്. ഓക്കെ, എക്ക് എത്ര ടൈം വേണമെന്നാണ്. അതായത് 1 ബൈ എ നമുക്ക് ഇതിൽ നിന്ന് എത്ര കിട്ടും? 25 ബൈ 145 ബൈ 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1000 മീറ്റർ റൺ ചെയ്യണമെങ്കിൽ, അതിനർത്ഥം 1 മീറ്റർ റൺ ചെയ്യണമെങ്കിലുള്ള ടൈമാണ്. അപ്പോൾ 1000 മീറ്റർ റൺ ചെയ്യണമെങ്കിൽ എത്ര വേണം? ബൈ ചെയ്യണം. ഇതും ക്യാൻസൽ ചെയ്ത് പോകും. എനിക്ക് വേണമെങ്കിൽ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 29 വരും. എന്നിട്ട് പോയിട്ട് ഫൈനൽ ആൻസർ നമുക്ക് 500 ബൈ 29 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇതിനേക്കാളും അല്ലാത്ത വേലും ചെയ്യാം, പക്ഷെ നമ്മൾ ചെയ്ത് സ്പീഡാക്കുക, അത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഇല്ലെങ്കിലും നമുക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് സ്പീഡാണ് മുഖ്യം. അല്ലെങ്കിൽ
ട്രിക്ക്. എല്ലാത്തിലും നമ്മൾ സ്പീഡ് തന്നെ ഇതേക്കുന്നത്. ട്രിക്ക് യൂസ് ചെയ്യുന്നതും എന്തിനാണ്? സ്പീഡിന് വേണ്ടിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.